കാസർഗോഡും പാതി വിലയ്ക്ക് സ്കൂട്ടർ വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ്. കുമ്പഴാജി പഞ്ചായത്തിലെ മൈത്രി വായനശാല വഴി 30 ലക്ഷം രൂപ തട്ടിയെന്നാണ് പരാതി. തട്ടിപ്പ് പറഞ്ഞ ഞങ്ങൾക്ക് 40 സ്കൂട്ടിയും ഒരു 75 ലാപ്ടോപ്പും 250 തയ്യൽ മെഷീനെല്ലാം ഞങ്ങൾക്ക് നേരത്തെ കിട്ടിയതാണ്. ആദ്യം കിട്ടി, പണം അടിച്ചിട്ടില്ല, കൃത്യസമയത്ത് തന്നു. ഓക്കെ. ഇപ്പോ ഞങ്ങൾക്ക് 36 ടൂ വീലറും 36 ലാപ്ടോപ്പിന് 3 മാസമായി പൈസ അടിച്ചിട്ട് 30 ലക്ഷം റുപ്യ 30 ലക്ഷമാവും. കബളിക്കപ്പെട്ടു എന്ന് എനിക്ക് മനസ്സിലായത് വെള്ളിയാഴ്ച മീറ്റിംഗ് വിളിച്ചിരുന്നു, കഴിഞ്ഞ വെള്ളിയാഴ്ച. അദ്ദേഹം ലാപ്ടോപ്പിന്റെ കാര്യം പറഞ്ഞ എങ്ങനെയായിട്ടെങ്കിൽ നിങ്ങൾക്ക് പണം അടിച്ചിട്ട് ലാപ്ടോപ്പ് എത്തിക്കുന്നത് മാത്രമല്ല, നിങ്ങൾക്ക് അഡ്വാൻസ് ആയിട്ട് ഒരു 100-150 എണ്ണ എക്സ്ട്രാ നിങ്ങൾക്ക് തരുന്നു. ഓക്കെ. അത് പണം വാങ്ങിയിട്ട് പിന്നീട് തന്നാൽ മതി എന്ന് വരെ പറഞ്ഞു. ഓക്കെ 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 ഓക്കെ. സ്കൂട്ടി ഇപ്പൊ ഞാന് എഗ്രിമെന്റ് വെച്ച് വന്നതേ ഉള്ളൂ. ഇപ്പൊ ഒരു 5 വർക്കിംഗ് ഡേയിൽ നമുക്ക് അത് വിതരണം ചെയ്യാൻ പറ്റും. ആ സ്കൂട്ടിന്റെയും ലാപ്ടോപ്പിന്റെയും പെട്ടെന്നൊന്ന് അത് നാളെ തന്നെ മെസ്സേജ് വരും, നാളെ തന്നെ അതിന്റെ ലിങ്ക് അയക്കും, അത് നിങ്ങൾ കറക്റ്റ് ആയിക്കോളും എന്ന് പറഞ്ഞു. ശനിയാഴ്ച രാവിലെ ഇതേ ദിവസം ശനിയാഴ്ച രാവിലെ എന്നെ വിളിക്കുന്നയാള് ശരി നമ്മളെ അനന്തുവിനെ അറസ്റ്റ് ചെയ്തല്ലോ എന്ന് പറഞ്ഞു. സാരംഗ് സുരേഷ് വിവരങ്ങളുമായി ചേർന്നുണ്ട്. സാരംഗ്, തട്ടിയെടുത്തത് 30 ലക്ഷം എന്നാണ് പറയുന്നത്. എന്താണ് ഈ പരാതിയുടെ അടിസ്ഥാനം? പൂജ, സംസ്ഥാനത്തുടനീളം നടന്ന ആ ഒരു പാറ്റേണിൽ തന്നെ ഇപ്പോൾ കാസർഗോഡും വലിയ ഒരു തട്ടിപ്പ് നടന്നിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തവണ തട്ടിപ്പ് സംഘം ഇരയാക്കിയത് കാസർഗോഡ് പടാച്ചിയിലെ മൈത്രി വായനശാലയുടെ ഭാരവാഹികളെയാണ്. അവരെ ഉപയോഗിച്ചുകൊണ്ട് നിരവധി ഗുണഭോക്താക്കളെ കണ്ടെത്തി ആദ്യഘട്ടത്തിൽ ഇവരെ വിശ്വസിപ്പിക്കാനെന്ന് തരണം കുറച്ച് സ്കൂട്ടറുകളും അതുപോലെ തന്നെ ലാപ്ടോപ്പുകളും വാട്ടർ പ്യൂരിഫയർ അടക്കമുള്ള വസ്തുക്കൾ വിതരണം ചെയ്തു. രണ്ടാം ഘട്ടത്തിലാണ് ഇവർക്ക് ഇത്തരത്തിൽ വലിയ ഒരു തട്ടിപ്പിന് ഇരയാവുന്നത്. മാത്രമല്ല, ഈ തട്ടിപ്പ് പുറത്തറിയുന്നതിന്റെ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വരെ ഈ സംഘടനയുടെ ഭാരവാഹികളെ എറണാകുളത്തെ യോഗത്തിന് വിളിച്ചു വരുത്തി അവിടെ നിന്ന് അല്പ ദിവസത്തിനകം തന്നെ പൂർണ്ണമായും ഈ വസ്തുക്കൾ നിങ്ങൾക്കരികിലേക്ക് എത്തുമെന്ന് വിശ്വസിപ്പിക്കുകയും ചെയ്തു. അനന്തകൃഷ്ണനെ ഈ മൈത്രി വായനശാലയുടെ ഭാരവാഹികൾ പരിചയപ്പെടുന്നത് സായിഗ്രാമം സോഷ്യൽ ട്രസ്റ്റിന്റെ ചെയർമാനായ അനന്തകുമാർ വഴിയാണ്. അനന്തകുമാറിന് നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ തന്നെ കാസർഗോഡ് നടത്തിയെന്ന ഒരു ഖ്യാതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ കുമ്പടാച്ചിയിലെ സംഘവുമായി ഇത്രയും പെട്ടെന്ന് അനന്തകൃഷ്ണന് ബന്ധപ്പെടാൻ സാധിച്ചത്. എന്തായാലും ഈ കുമ്പടാച്ചിയിലെ ലൈബ്രറി ഭാരവാഹികൾ നിലവിൽ വലിയൊടുക്ക പോലീസ് സ്റ്റേഷനും അതുപോലെ ശരി, എന്തായാലും പുതിയൊരു പരാതിയുമായി രംഗത്ത് വരികയാണ്. കാസർഗോഡ് നിന്നാണ് 30 ലക്ഷം തട്ടിയെടുത്തു എന്നാണ് പരാതി. സാരംഗ് സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.